ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റ് മീഡിയ. അപ്പോൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടമല്ല, സീരീസാണ്. ബിക്കോസ് ഇനിയൊട്ട് പറയാൻ മറന്നു ഈ ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇനി അത് കാസ്ട്രോൾഡർ മൂവി മീഡിയ എന്നായിരിക്കില്ല, കാസ്ട്രോൾഡർ മീഡിയ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചാനലിൻ്റെ പേര്. അപ്പോൾ അതാലോചിച്ച് ചെയ്യുക. ഓക്കെ, ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സീരീസിൻ്റെ പേര് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സീരീസ് റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് മീൻസ് വീഡിയോ ആയിട്ട്, അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് അസ്. പേര് ദ ബാൻഡ്സ് ഓഫ് ബോളിവുഡ്. പടത്തിൽ സീരീസിൽ അഭിനയിച്ചിരിക്കുന്നത് ലക്ഷ്യ, പിന്നെ ബോബി ഡിയോള് നായകരൂപം നോക്കുക കേട്ടത് വേറെ കാര്യം. പിന്നെ കരൺ ജോഹർ, മനീഷ് ചൗധരി, രജത് ബേഡി, പിന്നെ അർഷാദ് വർസി, അങ്ങനെയുള്ളവരാണ് പ്രധാന വേഷം. ക്യാമിയോ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കറക്റ്റ് ഒരു 10-12 ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ പറഞ്ഞോ അറിയാവുന്നവർ വെച്ച്. ഷാറുഖ് ഖാനുണ്ട്, സൽമാൻ ഖാനുണ്ട്, അമീർ ഖാനുണ്ട്, രാജമൗലി ഉണ്ട്, സാറ അലി ഖാനുണ്ട്, ദിശ പട്ടാണി ഉണ്ട്, പിന്നെ മറ്റേ രൺബീർ കപൂർ ഉണ്ട്, രൺവീർ സിംഗ് ഉണ്ട്, ഇമ്രാൻ ഹാഷ്മി ഉണ്ട്. പിന്നെ ഇതിൽ ഒരു പ്രധാനമായിട്ട് രാഘവ് ജുവയിലുണ്ട് കേട്ടോ, പറയാൻ മറന്നുപോയി. പിന്നെ ക്യാമിയായിട്ടുള്ളത് രാജ്കുമാർ റാവു ഉണ്ട്, അതിന് അർജുൻ കപൂർ ഉണ്ട്, പിന്നെ ബാദ്ഷ ഉണ്ട്, മറ്റേ റാപ്പർ ബാദ്ഷ ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ സിദ്ധാന്ത് ചതുർവേദി ഉണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു കാസ്റ്റാണ് സംഭവം. വലിയൊരു ടീം വന്ന ഈ പടത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അവർ. സൂപ്പർ കാസ്റ്റിങ്. കാസ്റ്റിംഗ് ഡയറക്ടർ കരൺ മല്ലി, ഏതാണ് ആൾ. സിനിമാറ്റോഗ്രാഫി ബൈ ജയ് ഓസ. പിന്നെ മ്യൂസിക് കമ്പോസിങ് ബൈ ശാശ്വത് സച്ദേവും അനിരുദ്ധും. ഇത് IMDb കണ്ടിട്ടാണ് അനിരുദ്ധ് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ പാട്ട്. ഐ ഡോണ്ട് നോ ഇത് എത്രത്തോളം സത്യമാണ്. ഏതെങ്കിലും ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടാവും അവിടെ, ഷാറുഖ് ഖാൻ ഉള്ളതുകൊണ്ട്, ചിലപ്പോൾ ഞാൻ വീണുണ്ട്, ചിലപ്പോൾ ഒരെണ്ണം കമ്പോസ് ചെയ്തിട്ടുണ്ടോ, ഐ ഡോണ്ട് നോ. ഞാൻ IMDb കണ്ടതാണ്, ഐ ഡോണ്ട് നോ, കുറച്ച് എനിക്ക് അറിഞ്ഞൂടാ. പ്രൊഡ്യൂസ്ഡ് ബൈ ഗൗരി ഖാൻ, മീൻസ് ഷാറുഖ് ഖാൻ്റെ ഭാര്യ. പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പറയാൻ പറഞ്ഞത് ആര്യൻ ഖാൻ, അഥവാ ഷാറുഖ് ഖാൻ്റെ മകൻ. അദ്ദേഹം തന്നെയാണ് സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒരാളും സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ബിലാൽ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാളും കൂടി സ്റ്റോറി ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് ചെയ്തിരുന്ന ഹ്യൂഗോ ഡെന്നീസ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം ഇത്രയാണ് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. സീരീസ് എങ്ങനെയുണ്ട് ചോദിച്ചാൽ അടിപൊളിയാണ്. ഇത് ടോട്ടൽ 7 എപ്പിസോഡ് എന്തുകൊണ്ട്, 7 എപ്പിസോഡും കൂടി ചേർത്ത് 5 മണിക്കൂർ 18 മിനിറ്റ് ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ. നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. സാധനത്തിൽ ഇതിൽ ചില സമയങ്ങളിൽ ഡൗട്ട് വരും. സിനിമ നിങ്ങളൊരു ഓം ശാന്തി ഓം, അതൊക്കെ ഒരു ഓം ശാന്തി ഓം, പിന്നെ മറ്റേ പഴയ റൊമാൻറ്റിക് പടങ്ങളൊക്കെ ഇല്ലടി, അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇരുന്ന് കാണും. പിന്നെ കുറച്ച് ഡിസ്റ്റൻഡൻസ് ഒക്കെ ഉണ്ട്, ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഡിസ്റ്റൻഡൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം സൂപ്പർബായിരുന്നു. പിന്നെ ഇതിൽ ഹൈലൈറ്റഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശാശ്വത് സച്ദേവ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് മറ്റേതിൻ്റെ ആണ് നമ്മുടെ ദുരന്തറിൽ മ്യൂസിക് ചെയ്യാൻ പോണത്. എന്തായാലും പൊടിക്കട്ടെ. പിന്നെ അനിരുദ്ധ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് IMDb ഞാൻ കണ്ടിരുന്നു. ഐ ഡോണ്ട് നോ ഇത് എത്രത്തോളം സത്യമാണെന്ന്. എന്തായാലും സത്യമാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, കാരണം ഷാറുഖ് ഖാൻ ഈ സീരീസിലുണ്ട്. അതുകൊണ്ട് നമുക്ക് സത്യമാണെന്ന് വിചാരിക്കാം. പിന്നെ സിനിമാറ്റോഗ്രാഫി സൂപ്പർബായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് ഡയറക്ടർ സൂപ്പർ,
Karan Melli, you are a superb work and writing was superb. ആര്യൻ ഖാൻ പുതിയ എന്തായാലും പിന്നെ വേറെ ഒരു ഇത് തോന്നിയ ഷാറുഖ് ഖാൻ്റെ ഷാറുഖ് ഖാൻ്റെയും അമീർ ഖാനെയും സൽമാൻ ഖാനെയും ഒരേ സ്ക്രീനിൽ മീൻസ് 3 ഖാനുമാർ ഒരേ സ്ക്രീനിൽ ഒരു ഖാനും കൂടി വരണമായിരുന്നു, സൈഫ് അലി ഖാൻ. ഇവർ 3 പേരും കൂടി ഒരു പക്ഷെ അദ്ദേഹം വന്നില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ മകനുണ്ട് കേട്ടോ ഈ സാധനത്ത് ഇതിൽ, മറ്റേ ഇബ്രാഹിം അലിഖാൻ. ഞാൻ കണ്ടെടുത്ത് കൊണ്ടാണ് മറ്റേ സർജമീൻ്റെ അതായത് ആവറേജ് ഫിലിം, അത് കഴിയാതെ വിടണടേ. അത് മാത്രം എനിക്ക് നെഗറ്റീവ് തോന്നിയുള്ളൂ. അവൻ്റെ കുറച്ച് ചെറിയ സാധനമുണ്ട് മറ്റേ നമ്മുടെ ആ ലാലിനെ മറ്റേ AI കളിയാക്കൂലേ അതേമാതിരി ആക്കി ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ജമീൻ്റെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെയായിട്ട് തോന്നിയത്. അതെന്തെങ്കിലും ആവട്ടെ എന്താ. പിന്നെ സിനിമയുടെ ഒരുപാട് റെഫറൻസ് വരുന്നുണ്ട്. മീൻസ് മറ്റേ ഷാറുഖ് ഖാന് മറ്റേ ആദ്യത്തെ ട്രോഫി മീൻസ് ആദ്യത്തെ അവാർഡ് കിട്ടുന്ന സമയത്ത് അദ്ദേഹം സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെയാണ് ഇവിടെ മറ്റേ ലക്ഷ്യക്ക് സിനിമയിൽ ഒരു പടത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെ അതേ സ്പീച്ച് അങ്ങ് കാച്ചും. അതേമാതിരിയാണ് എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ കറുത്ത അതേമാതിരി എന്ന് പറയാൻ പറ്റില്ല. അതൊരു റെഫറൻസ് ആയിരുന്നു. പിന്നെ കരഞ്ജാറിൻ്റെ മെയിൻ പരിപാടി അത് ഇവിടെയുണ്ട്. കരഞ്ജാറിൻ്റെ മെയിൻ പരിപാടിയുടെ റെഫറൻസ് ഇത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് റെഫറൻസ് മാത്രമായിട്ടില്ല, അത് തന്നെയാണ് ഇവിടെയും ഇത്ര ക്യാരക്ടർ തന്നെയാണ് ഇവിടെയും പറഞ്ഞിപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷേ നൈസായിട്ടൊന്ന് സ്വീകരിച്ചിരുന്നു. പിന്നെ നിങ്ങൾക്ക് സീരീസൊക്കെ മീൻസ് I don't mean series, I mean ബോൾ ഫിലിംസ്, ഹിന്ദി എന്ന് പറയണമായിരിക്കും നല്ലത്. ഓക്കെ, ഹിന്ദി പടങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. മീൻസ് ഇങ്ങനത്തെ ഇപ്പോൾ ഓം ശാന്തി ഓം, പ്രത്യേകിച്ച് ഷാറുഖ് ഖാൻ്റെ സൽമാൻ ഖാൻ്റെ അമീർ ഖാൻ്റെ ഒക്കെ പടങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാക്സിമം കാണാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷെ ഞാൻ ഒരുപാട് കുറച്ച് ആൾക്കാരോട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അതിൽ എനിക്കൊരു ഡിസപ്പോയിൻറ്റ് വന്നിരുന്നു. കാരണം ഇത് ഞാൻ സൈഫ് അലി ഖാനെയും സിദ്ധാർത്ഥ മൽഹോത്ര, ടൈഗർ ഷ്രോഫ്, പിന്നെ ആരുള്ള അവരുടെ പേര് വിദ്യുത്ത് അങ്ങനെയുള്ള, പിന്നെ അജയ് ദേവ്ഗൻ്റെ വാനിലെഴുത്തനെ അമൻ ദേവ്ഗൻ അവരുടെയൊക്കെ ക്യാമിയോ എൻ്റെ അയച്ചിരുന്നു. പക്ഷെ ഇല്ലാതിരുന്നത് ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. ചില ഭാഗം ട്രോൾ ചെയ്തതുകൊണ്ട് നമ്മുടെ മലയാളികൾ അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും സൂപ്പർ സാധനം നെറ്റ്ഫ്ലിക്സിൽ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ ടെലഗ്രാമിൽ കിടപ്പുണ്ടോ ഐ ഡോണ്ട് നോ. നെറ്റ്ഫ്ലിക്സ് കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. 5 മണിക്കൂർ 20 മിനിറ്റ് ടോട്ടലി 7 എപ്പിസോഡുണ്ട്. എന്തായാലും സെക്കൻഡ് പാർട്ട് ഓൺ ദ വേ ആണെന്ന് രജത് ബേഡി ഒരു ഇതിൽ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും നടക്കട്ടെ. വി ആർ വെയിറ്റിംഗ് ഫോർ ദ പ്രോജക്റ്റ്. എന്തായാലും പെട്ടെന്ന് റൈറ്റിംഗ് തീർത്ത് വന്ന് ഷൂട്ടിംഗ് തുടങ്ങി പെട്ടെന്ന് നടക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് അമർത്തി സഹായിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വിസ്കസ്.